SIR ഫോം ഫില്ല് ചെയ്തു, BLOയെ ഏൽപ്പിച്ചു. സമാധാനമായി. പക്ഷേ BLO നമ്മൾ കൊടുത്തിട്ടുള്ള ഫോം സബ്മിറ്റ് ചെയ്ത് കാണുമോ, അതോ അവർ മറന്നു കാണുമോ? നമുക്കിത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടർന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഫോം BLO സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി സമയം കളയാതെ നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് ഇന്നത്തെ വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഇതുവരെ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. ഇനി സൈനപ്പ് ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്ന ഭാഗത്ത് തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ സൈനപ്പ് എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ ID തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തവരാണെങ്കിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗം തിരഞ്ഞെടുത്തിട്ട് കൃത്യമായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ക്യാപ്ച എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ റീസെൻറ്റ് OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ എന്ന ഭാഗം ഇവിടെ കാണും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. ലോഗിൻ എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ആ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ക്യാപ്ച കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം റീസെൻറ്റ് OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് ഒരു OTP വരും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് എൻ്റർ ചെയ്തിട്ട് ഇവിടെ വെരിഫൈ കൊടുക്കുക. ഓക്കെ, വെരിഫൈ ലോഗിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സർവീസസ് എന്ന ഭാഗം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് അത് ഇവിടെ തിരഞ്ഞെടുക്കുക. സെലക്ട് സ്റ്റേറ്റ് എന്ന ഭാഗം ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കേരള ആണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. കേരള തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് എൻ്റർ എപ്പിക് നമ്പർ എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ID കാർഡിലുള്ള എപ്പിക് നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുക്കുകയാണ്. സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ, അതായത് ഇവിടെ ഇതുവരെ നിങ്ങളുടെ ആ ഒരു BLO നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോം സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി സബ്മിറ്റ് ചെയ്തവരാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും കാണിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുള്ള BLOയുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അവരുടെ നമ്പർ ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തുള്ള BLOയുടെ നമ്പർ കൃത്യമായിട്ട് നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.